ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം വൈപ്പിൻകോട്ട സെമിത്തേരിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. അതിനോട് ചേർന്നിട്ടുള്ള പള്ളിയാണിത്. ചെന്നാട്ട് മഹാവിദ്യാലയം എന്നറിയപ്പെടുന്ന വൈപ്പിൻകോട്ട സെമിനാരിയുടെ ഭാഗത്തേക്കാട്ടോ നമ്മൾ പോകുന്നത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഈ സെമിനാരി നിർമ്മിച്ചത്. ഇതിനൊരു കാരണമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പുരോഹിതന്മാർക്ക് റോമൻ കാത്തലിക് ആചാരങ്ങളും ഭാഷകളും പരിശീലനം ചെയ്യുന്നതിന് വേണ്ടി കോളേജും അതുപോലെ ഒരു അച്ചടിശാലയുമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് സെമിനാരി നിർമ്മിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ നിർമ്മിച്ച മറ്റൊരു പള്ളിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ഹോളി ക്രോസ് ചർച്ച് എന്നാണ്. ഇപ്പോഴും പ്രവർത്തന സജ്ജമായിട്ടുള്ള ഒരു പള്ളി തന്നെയാണ് ഇത്. അന്ന് പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിൻ്റെ അടുത്ത് അനുമതി വാങ്ങിച്ച ശേഷം ചേന്ദമംഗലത്ത് ജെസ്യൂട്ട് എന്ന പുരോഹിതനാണ് വൈപ്പിൻകോട്ട സെമിനാരി നിർമ്മിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നത്. സെമിനാരി നിർമ്മിച്ച സമയത്ത് തന്നെ നിർമ്മിച്ച ഈ പള്ളി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇത് കാത്തു സൂക്ഷിക്കുന്നതെന്ന്. ഈ പള്ളിയുടെ സെമിത്തേരിയുടെ നേരെ പുറകിലായിട്ടാണ് സെമിനാരി നിലകൊള്ളുന്നത്. ഇപ്പോൾ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഈ സ്റ്റെപ്പ് വഴി കയറി ചെന്നാൽ ആദ്യം കാണുന്ന ഭാഗം ഇതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു സെമിനാരി ആയിരുന്നെന്നോ ഒരു സെമിത്തേരി ആയിരുന്നെന്നോ അതുപോലെ ഒരു അച്ചടി ഗ്രന്ഥശാല ആയിരുന്നെന്നോ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. 1577 തമിഴ് ഭാഷയിലെ ഡോക്ട്രീന ക്രിസ്റ്റീന എന്ന മതഗ്രന്ഥം അച്ചടിച്ച് പബ്ലിഷ് ചെയ്തുകൊണ്ടായിരുന്നു സെമിനാരിയുടെ ഉദ്ഘാടനം നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാലയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. 1935 കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പ് വൈപ്പിൻകോട്ട സെമിനാരി ഏറ്റെടുക്കുകയും ഇപ്പോഴും ഇത് സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്ന് കണക്കാക്കപ്പെടുന്ന ഒരു 3 ഗുഹകൾ കൂടി ഇതിൻ്റെ സമീപത്തായിട്ടുണ്ട്. പക്ഷേ കാടൊക്കെ കയറി കിടക്കുന്നതിനാൽ കാണാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ പോകുന്നത് അന്ന് നിർമ്മിച്ച പള്ളിയുടെ ഉൾഭാഗം കാണാനായിട്ടാണ് കേട്ടോ. അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് കണ്ടു നോക്കുക. എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്ന വർക്കുകൾ. ഉള്ളിലോട്ട് ചെല്ലുക. ഇപ്പോൾ ഇതിനകത്ത് 2-3 പ്രാർത്ഥനക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ ക്യാപ്ചർ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ മനോഹരമായിട്ടാണ്. അന്നത്തെ അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ട് പോകുന്നത്. നല്ല ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.